എം.ആർ. അജിത് കുമാറിനെതിരായ റിപ്പോർട്ടിൽ വ്യക്തത തേടി വിജിലൻസ് ഡയറക്ടർ. വിശദമായ അന്വേഷണം നടത്തി അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് വരണമെന്ന വിജിലൻസ് ഡയറക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിൽ രേഖകൾ പൂർണ്ണമല്ലെന്ന് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത പറഞ്ഞു. വിവരങ്ങളുമായി ആർ അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, ഇപ്പോൾ വിശദമായ ഒരു റിപ്പോർട്ട് എം.ആർ. അജിത് കുമാറിനെതിരായ റിപ്പോർട്ടിൽ വ്യക്തത തേടിയിരിക്കുകയാണ് വിജിലൻസ് ഡയറക്ടർ. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ജയലക്ഷ്മി, ADGP എം.ആർ. അജിത് കുമാറിനെതിരെ വിജിലൻസ് എൻക്വയറിയാണ് നടന്നത്. തിരുവനന്തപുരം വിജിലൻസ് യൂണിറ്റാണ് ഈ അന്വേഷണം നടത്തിയത്. അതിനുശേഷം എം.ആർ. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകി അന്വേഷണ ഉദ്യോഗസ്ഥൻ വിജിലൻസ് ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ, സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, ഇതാണ് വിജിലൻസ് അന്വേഷിച്ചത്. എന്നാൽ ഈ വിജിലൻസ് എൻക്വയറി റിപ്പോർട്ടിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ വിജിലൻസ് ഡയറക്ടർ കണ്ടെത്തുകയും ചെയ്തു. അതിൽ വ്യക്തത വേണം എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ SP നേരിട്ട് വന്ന് ഡയറക്ടറുമായി ചർച്ച നടത്തണം എന്നാണ് നിർദ്ദേശം. ഈ റിപ്പോർട്ട് മടക്കിയിട്ടില്ല എന്ന് വിജിലൻസ് ഡയറക്ടർ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ ADGPക്കെതിരായ റിപ്പോർട്ട് മടക്കി എന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അത് വാസ്തവവിരുദ്ധമാണ്. ആ റിപ്പോർട്ട് മടക്കിയിട്ടില്ല. അതിൽ സാങ്കേതികമായ ചില ക്ലാരിഫിക്കേഷനാണ് വേണ്ടുന്നത്. മാത്രമല്ല, ഒരു റിപ്പോർട്ട് സമർപ്പിച്ചാൽ SP-യുമായി നേരിട്ട് ചർച്ച നടത്തുക എന്നുള്ളത് സാധാരണ നടപടിക്രമം മാത്രമാണ് എന്നുമാണ് വിജിലൻസ് ഡയറക്ടർ വിശദീകരിക്കുന്നത്. ഏതായാലും റിപ്പോർട്ട് മടക്കിയിട്ടില്ല. ആ റിപ്പോർട്ടിൽ കുറച്ച് വ്യക്തത വരുത്താനുണ്ട് എന്നുള്ള നിർദ്ദേശവും അതിനൊപ്പം തന്നെ SP നേരിട്ട് വന്ന് വിജിലൻസ് ഡയറക്ടറുമായി ചർച്ച നടത്തണം എന്നുള്ള നിർദ്ദേശവും മാത്രമാണ് നൽകിയിട്ടുള്ളതെന്നാണ് ഇപ്പോൾ വിജിലൻസ് ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. ശരി അനന്തൻ.